തിരിച്ചുവരുക, മീരാസ്മിന് തിരിച്ചുവരുക, എല്ലാ രസവും എല്ലാവരും തന്നെ വിളിച്ചത് എല്ലാം കൊണ്ട് അച്ഛൻ്റെ അമ്മയെ കാണുന്ന അതേ മീരാജാസ്മിനെ വീണ്ടും തിരിച്ചു വന്നേക്കാണ്. പക്ഷേ ഇത്ര നന്നാവെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇതിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, കോമഡി, റൊമാൻസ്, ഫാമിലി എല്ലാം ഉണ്ട്. മീരാസ്മിന് ശക്തമായി തിരിച്ചുവരവാണ്. മീരാസ്മിന് ലേഡി സൂപ്പർ സ്റ്റാറാണ്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടം യൂത്തിനും ഫാമിലിക്കും എല്ലാം ഇഷ്ടപ്പെടും. എല്ലാം കൊണ്ട് ഭയങ്കര ഹിറ്റായിരിക്കും. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, യൂത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു പടമാണ്. യാതൊരു ലാഗും ഇല്ല, ഒന്നുമില്ല. നല്ലൊരു എല്ലാം കൊണ്ട് നല്ല പടം. എനിക്ക് ഇഷ്ടപ്പെടും. വി കെ പ്രകാശ് തിരിച്ചുവരുക, മീരാസ്മിന് തിരിച്ചുവരുക, എല്ലാ രസവും എല്ലാവരും തന്നെ വിളിച്ചത് എല്ലാം കൊണ്ട് മെസ്സേജ് പറഞ്ഞാൽ പ്രണയത്തിന് പ്രായം പ്രശ്നമല്ല എന്ന ടോപ്പിക്കാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. എത്ര നന്നാവെന്ന് വിചാരിച്ചില്ല. വളരെ സൂപ്പറാണ്, നല്ല സിനിമയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും വി കെ പ്രകാശിൻ്റെ ഒരു സിനിമ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി മൂവി തന്നെയാണ്. മീരാ ജാസ്മിൻ്റെ സൂപ്പർ ആക്ടിങ് എല്ലാം സൂപ്പറാണ്. തിരിച്ചുവരവ് തന്നെയാണ് തീർച്ചയായിട്ടും. ഫാമിലിയായിട്ട് വന്ന് കാണാൻ കൊള്ളാവുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. മീരാജാസ്മിൻ അന്ന് നമ്മൾ കാണുന്ന എന്താ പറയുക, അച്ഛൻ്റെ അമ്മയെ കാണുന്ന അതേ മീരാജാസ്മിനെ വീണ്ടും തിരിച്ചു വന്നേക്കാണ്. പിന്നെ ആ പയ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സ്ഥലത്തും ആ പയ്യൻ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മേക്കിംഗ് ആണ്, നല്ലൊരു കാസ്റ്റിംഗ് ആണ് നന്നായിട്ട്. പടം ഒരു കോമഡി എൻ്റർടൈനറാണ്. അതായത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അശ്വിനൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് മീരാ ജാസ്മിൻ്റെ തിരിച്ചുവരവ്. എന്തായാലും നല്ല രസമായിട്ട് അത് ആ പണ്ടത്തെ ആ രസവും കാര്യങ്ങളും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പണ്ട് ദിലീപിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, മീനത്തി തലയായിട്ട്. ആ ഒരു ലെവല് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. എന്തായാലും കോമഡി എൻ്റർടൈനറാണ്, ത്രൂ ഔട്ട് കോമഡിയാണ്. ആ അതെ, അത് ഇല്ല അതിലേക്കൊന്നും ഞാൻ ഇപ്പം ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം ഒരു കോമഡി എൻ്റർടൈനറാണ്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം.